മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവും ലേഖയും കൂടി മഹിയെ നല്ല അതീവ സുന്ദരിയായിട്ട് തന്നെ ഒരുക്കി കൊണ്ടുവരികയാണ്. അതേസമയം അങ്ങോട്ടേക്ക് എത്തുകയാണ് നമ്മുടെ മോഹിനി. അങ്ങനെ മോഹിനിയാണെങ്കിൽ മഹിയെ കാണുന്നതും വളരെയേറെ സന്തോഷിക്കുകയാണ്. അങ്ങനെ മഹിയുടെ അടുത്ത് ചെന്ന് മഹിയെ നെറുകയിലൊരു ചുംബനം നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ ഇത്ര നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ മോൾ നന്നായിട്ട് വരട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനി ആശീർവദിക്കുന്നുണ്ട്. മോഹിനി ഇത് കണ്ട് ലേഖയ്ക്കും മഞ്ജുവിനും ആണെങ്കിൽ വളരെ സന്തോഷമാകുന്നു. അവരാണെങ്കിൽ എല്ലാവരും കൂടെ നമ്മുടെ മഹിയെ താഴോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മഹിയെ കൊണ്ടുവരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ മഹി വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. ചടങ്ങുകളെല്ലാം ആരംഭിക്കാൻ വേണ്ടി മഹിയെയും കണ്ണനെയും അടുത്തിരുത്തിക്കൊണ്ട് തന്നെ മോഹിനി ആരതിയെല്ലാം ഒഴിയുന്നു. അങ്ങനെ ആരതി ഒഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് മഹിക്ക് മധുരം നൽകുകയും കുപ്പിവളകളെല്ലാം കയ്യിലിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അതേസമയം നമ്മുടെ കണ്ണനാണെങ്കിൽ പൂമാല ഇട്ടുകൊണ്ട് തന്നെ മഹിയെ സ്വീകരിക്കുന്നു. പക്ഷേ ഇതെല്ലാം വളരെ ദേഷ്യത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കാണെങ്കിൽ ഈ ചടങ്ങൊന്ന് കുളമാക്കാൻ സാധിക്കാത്തതിൽ വളരെയേറെ ദുഃഖമുണ്ട്. കാരണം മാർക്കോയുടെ ഭീഷണിയെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണിക്ക് അതിനൊന്നും സാധിക്കാതിരുന്നത്. അതുപോലെ തന്നെയാണ് ദുർഗയ്ക്കും നമ്മുടെ കരുണയ്ക്കും. അവർക്ക് രണ്ടുപേർക്കും ഈ ചടങ്ങിൽ ഒട്ടും താല്പര്യമില്ല പങ്കെടുക്കാൻ. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വാമദേവന് വളരെ ഭയത്തോടു കൂടി തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം പ്രതാപൻ എങ്ങാനും ഈ ചടങ്ങിലോട്ട് വരുമോ എന്നുള്ള പേടി മാത്രമാണ് വാമദേവന്. മഹിക്കും ഈ ചടങ്ങെല്ലാം നടക്കുന്നുണ്ടെങ്കിലും മഹിയുടെ ചിന്തകൾ മുഴുവനും പ്രതാപൻ്റെ അടുത്ത് തന്നെയാണ്. പ്രതാപൻ എങ്ങാനും ഈ ചടങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണേട്ടൻ എല്ലാം അറിയും, അതോടുകൂടി എൻ്റെ ജീവിതം തന്നെ തീരാ ദുഃഖത്തിലാകുമെന്നെല്ലാം ഓർത്ത് മഹിക്കും വളരെ സങ്കടമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേസമയം ലേഖയാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, മഹിയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. മഹിയാണെങ്കിൽ ആകെ ഭയന്ന് വിറച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ണേട്ടൻ എന്തെങ്കിലും സംശയം തോന്നില്ലേ മഹി ഇങ്ങനെ ഇരുന്നാലെന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് അനന്തു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അയാളാണെങ്കിൽ അവിടെ തന്നെ നിന്നോളും, അയാളുടെ അമ്മയുണ്ടല്ലോ അയാൾക്ക് കൂട്ടെന്നെല്ലാം പറയുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ വാമദേവൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നു. എന്നിട്ട് വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, എടാ വാമദേവ ചതിച്ചെന്നാണ് തോന്നുന്നത്, അവനെ ഇവിടെ ഒന്നും കാണാനില്ല, അവൻ കാറ് കൊടുത്ത് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണെന്നെല്ലാം പറയുന്നത് കേട്ട് വാമദേവൻ്റെ കിളി പോകുന്നു. അങ്ങനെ ആകെ ഭയന്ന് വിറയ്ക്കുന്ന വാമദേവനാണെങ്കിൽ ഇനി എന്ത് ചെയ്യും, അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുറത്താവുമല്ലോ എന്നോർത്ത് വളരെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പ്രതാപനെ തടയാനായിട്ട് വാമദേവനാണെങ്കിൽ മുൻവശത്ത് തന്നെ നിൽക്കുന്നു. അതേസമയം പ്രതാപൻ അങ്ങോട്ട് വന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്നതും പ്രതാപനാണെങ്കിൽ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് ആണ് ഓടി വരുന്നത്. പ്രതാപൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുന്നതെന്ന് മഹിക്ക് മനസ്സിലാവുന്നു. മോനെ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന പ്രതാപൻ്റെ ശബ്ദം കണ്ണനും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഓടി അകത്തോട്ട് കയറി വരുന്ന പ്രതാപനെ വാമദേവനാണെങ്കിൽ തടയുന്നത് കണ്ട് കണ്ണനാണെങ്കിൽ ആകെ ആശ്ചര്യപ്പെടുന്നുണ്ട്. കണ്ണൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അയാളെ തടയുന്നത്? അയാളെ എൻ്റെ അടുത്തോട്ട് വിടാനല്ല വാമദേവനോടായിട്ട് പറയുന്നു. ഇത് കേൾക്കുന്ന വാമദേവനാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നു. അപ്പോഴേക്കും മറ്റ് പ്രതാപം പറയുന്നുണ്ട്, മോനെ കണ്ണ, ഞാനൊരു കാര്യം പറയാനാണ് മോനെ വന്നത്, അതെനിക്ക് നിന്നോട് നേരിട്ട് തന്നെ പറയണം. അത് പറയാനായിട്ട് ഇവരാരും എന്നെ അനുവദിക്കുന്നില്ല, നീയെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കും പറയാനായിട്ട് എന്നെല്ലാം പ്രതാപം പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് ഇപ്പോൾ തന്നെ എന്നോട് പറഞ്ഞോളൂ, ഞാനത് കേൾക്കാൻ തയ്യാറാണെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട്, മോനെ എത്ര ദിവസമായി എന്നോട് വിശ്വനാഥൻ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ട് ആ കാര്യമാണ് നിന്നോട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നും എനിക്ക് കൊട്ടേഷൻ തന്നത് ഈ വാമദേവനാണെന്നും എന്നുള്ള സത്യം പ്രതാപനാണെങ്കിൽ അവിടെ കണ്ണൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ഷോക്കായി തന്നെ നിൽക്കുകയാണ്. അതേസമയം അത് കേട്ട് മഹാലക്ഷ്മിയും നമ്മുടെ അനന്തവും ലേഖയും എല്ലാവരും അത് കേട്ട് ആകെ ഒരു ഷോക്കായി തന്നെ നിൽക്കുന്നു. ആ സംഭവം നടക്കുമ്പോഴേക്കും ലക്ഷ്മി മോളും അതിന് സാക്ഷിയായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നത് കേട്ട് കണ്ണൻ്റെ ആ കിളി പോവുകയാണ്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രതാപൻ്റെയും വാമനൻ്റെയും അടുത്തോട്ട് ചെന്നിട്ട് അവരുടെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. നിങ്ങളെ ആരും ഞാൻ വെറുതെ വിടില്ല, ഇതിന് തക്കതായ ശിക്ഷ ഞാൻ തരുമെന്നെല്ലാം പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, മോനെ നീ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നെല്ലാം പ്രതാപം പറയുന്നത് കേട്ട് വാമദേവനാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.